അത്യുൽപാദന ശേഷിയുള്ള പ്ലാവും തൈകൾ ആരെങ്കിലും നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പ്ലാവിനെ ശരിക്കും പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ നട്ട് വളർത്തിയിരിക്കുന്ന തായ് ഹൈബ്രിഡ് പ്ലാവിനെ പ്രൂൺ ചെയ്യാൻ പോവുക. നമ്മൾ നട്ട് വളർത്തുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി, ആയൂർ ജാക്ക്, അതേപോലെ J33 ഈ പ്ലാവുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്ലാവ് നല്ല ആരോഗ്യത്തോടു കൂടി വളരത്തുള്ളൂ. അപ്പം 1.5 വർഷം പ്രായമായ ഏകദേശം 15 അടിയോളം ഉയരമുള്ള ഈ ഒരു പ്ലാവും തൈയെ ഞാനാണെങ്കിൽ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. പ്ലാവ് പ്രൂൺ ചെയ്യേണ്ട കൃത്യമായ സമയം എന്ന് പറയുന്നത് 15 അടി ഉയരം, അല്ലെന്നുണ്ടെങ്കിൽ 1.5 വർഷം പ്രായമാകുമ്പോഴാണ് പ്ലാവ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാവ് കറക്റ്റ് 15 അടി ഉയരവും കൃത്യമായിട്ട് അളന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. 15 അടി ഉയരമായിട്ടുണ്ട്, 16 മാസവും തികഞ്ഞിട്ടുള്ള ഒരു പ്ലാവായത്. 1.5 വർഷം ആയിട്ടില്ല. ഇപ്പോൾ തന്നെ പ്രൂൺ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 1.5 വർഷം പ്രായമാകുമ്പോഴേക്കും പ്ലാവ് ഈ ഒരു രീതിയിൽ തിങ്ങി നിറഞ്ഞ് വളരുന്നൊരു അവസ്ഥയുണ്ടായിരിക്കും. വരുന്ന ഒരു 2 മാസം ഞങ്ങൾക്ക് ഇവിടെ കാറ്റ് ഭയങ്കര കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറ്റ് സമയത്തൊന്നും ഈ ഒരു പ്ലാവ് അതിനെ അതിജീവിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് വെറൈറ്റികളോ അല്ലെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എയർലിയൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ വലുതായിട്ടുള്ളൊരു ഒലച്ചിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് സംബന്ധമായ കേടുകളൊക്കെ വരികയും പ്ലാവ് ഉണങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്കിതിൻ്റെ വളർച്ചയെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയായി പ്രൂണിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലാവിനെ പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്നും 3 അടി ഉയരം വരെ ഉള്ള കൊമ്പുകൾ എല്ലാം നമുക്ക് മുറിച്ച് കളയാവുന്നതാണ്. അതേപോലെ തന്നെ മുകളിൽ നിന്നും നമുക്ക് 2 രീതിയിൽ നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിനെ മുകളിൽ നിന്നും ഒരു ഒരടി അല്ലെന്നുണ്ടെങ്കിൽ 2 അടി ഉയരത്തിൽ മുറിച്ച് കളയാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പിൻ ചെയ്ത് കളയാൻ പറ്റും. പിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകുളം നുള്ളൽ എന്ന് പറയും. മുകുളം നുള്ളിക്കഴിഞ്ഞാലും ഇതിൻ്റെ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഈ പിഞ്ചിങ് എന്ന് പറയുന്നത്. പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചും നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അല്ലാതെ നമ്മൾ വെട്ടുകത്തിയൊക്കെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ, നല്ല മൂർച്ചയില്ലാത്ത കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്ത്തണ്ട് ഇങ്ങനെ ഇരിഞ്ഞു പോകാനും അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിക്കാനും ഒക്കെ സാധിക്കും. ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ മുറിച്ച് കളയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ താഴ്ത്തടിയോട് ചേർന്ന് വെട്ടിക്കളയാതെ ഒരല്പം വിട്ട് വെട്ടിക്കളയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഭാഗത്തിന് കേട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ താഴ്ത്തടിയെ ബാധിക്കാത്ത രീതിയിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് അണുബാധയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഉപയോഗിച്ച് ചെറിയൊരു കോട്ടിങ് ഇതിന് കൊടുക്കുന്നത് നല്ലതാണ്. ഹൈബ്രിഡ് പ്ലാവുകളെ നമ്മൾ പ്രൂൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതിൽ പെട്ടെന്ന് തന്നെ വളരെ വേഗം തന്നെ ചക്കകൾ ഉണ്ടാകുകയും ഈ ഒരു ചെറിയ പ്ലാവിന് അത് താങ്ങാനായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാകത്തില്ല. ആദ്യമേ ഇതിനകത്ത് ഉണ്ടാകുന്ന ചക്കകളൊക്കെ ഇതേപോലെ ഉണ്ടാകുന്ന ചക്കകളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ചക്കകൾ ഉണ്ടാകുകയും ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്ലാവ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുന്നതാണ്. പ്ലാവും തൈയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊമ്പുകൾ വെട്ടിക്കളയാവുന്നതാണ്. ഈ ഒരു പ്ലാവിൻ്റെ മുകൾ ഭാഗത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് 1 അടി നീളത്തിൽ നമുക്ക് മുറിച്ച് കളയാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളത്തെ നുള്ളിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കിതിൻ്റെ വളർച്ചയെ ക്രമീകരിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് 2 അടിയോളം താഴ്ചയിലും താഴ്ഭാഗത്ത് നിന്ന് ഏകദേശം 3 അടിയോളം ഉയരത്തിലും ഉള്ള കൊമ്പുകളെല്ലാം മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിനൊരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്ലാവ് നന്നായിട്ട് വളരുകയും ഇതിലുണ്ടാകുന്ന ചക്കകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയും പ്ലാവിന് അതിനെ താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്.